ഇന്നത്തെ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാത്തൊരു സ്നാക്കാണ് നമ്മുടെ കായ ബജ്ജി. നമ്മൾ പഴംപൊരിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുമെങ്കിലും കായ ബജ്ജി വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഏത്തക്ക ഉപയോഗിച്ചിട്ടല്ല കായ ബജ്ജി ഉണ്ടാക്കുക. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഏത് കായ ഉപയോഗിച്ചിട്ടാണ് കായ ബജ്ജി ഉണ്ടാക്കുക എന്നുള്ളത് ഞാനിപ്പോൾ കായ ബജ്ജി ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കായ ബജ്ജിയിൽ നമ്മൾ സാധാരണ ബജ്ജി മാവ് പോലെയല്ല, കുറച്ച് ഉഴുന്നും കൂടി ചേർത്തിട്ടാണ് കായ ബജ്ജി ഉണ്ടാക്കാൻ പോകുന്നത്. ആ കായ ബജ്ജിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് പറയാം കേട്ടോ. അതെനിക്ക് ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണിത്. നമ്മുടെ എല്ലാ ബജ്ജികളുടെയും മാവിൻ്റെ റെസിപ്പി എപ്പോഴും ഒന്ന് തന്നെയാണ്. ഇത് അങ്ങനെ കണ്ടപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമല്ലോ എന്ന് വിചാരിച്ചു. ഈ കായ ബജ്ജിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ മാവിൻ്റെ കോട്ടിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് ഈ കായ ബജ്ജി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കായ ബജ്ജി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരാം. അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കായ ബജ്ജി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കായ ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 കായ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 കായ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 5 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. ഇത്രയുള്ള 3 കായ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കായ തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ബജ്ജി ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് മാവാണ്. അപ്പോൾ ഉഴുന്ന് നമ്മളിപ്പോൾ ദോശയ്ക്ക് അരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഉഴുന്നുവടയ്ക്ക് അരച്ചു വെച്ചിരിക്കുന്നതോ ആയിട്ടുള്ളത് എടുക്കാം. 3 കായ്ക്ക് 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് മാവ് മതി കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉഴുന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിലേക്കുള്ള ഉഴുന്ന് നമുക്ക് അരച്ച് വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ബാറ്റർ മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. ആ കോട്ടിങ് കറക്റ്റായിട്ട് കായിലേക്ക് പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വലിയ ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് ആദ്യം ഉഴുന്ന് ചേർക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഉഴുന്നെടുക്കുന്നത്. അപ്പോൾ ഇത് ഉഴുന്നുവടയുടെ കൺസിസ്റ്റൻസി തന്നെ ആവണമെന്നില്ല കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള മാവായാലും കുഴപ്പമൊന്നുമില്ല. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞു പോയാൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ തന്നെ ചേർക്കാം. 3 കായ എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് പൊടിയുടെ അളവിലേക്കായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉഴുന്നും ബേക്കിംഗ് സോഡയും നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യുക. ഇതിലേക്കാണ് നമ്മളിനി പൊടികളൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ കായപ്പൊടി ചേർക്കാം. കായ ബജ്ജി ആകുമ്പോൾ കായപ്പൊടിയുടെ ഫ്ലേവർ നല്ലതാണ്. താല്പര്യമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കുക, ഇല്ലെങ്കിൽ ഒരു 3 പിഞ്ചെങ്കിലും ചേർക്കുക. കായപ്പൊടിയുടെ നല്ലൊരു ഫ്ലേവറുള്ള കായ ബജ്ജി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ കളറേ ഉണ്ടാവുള്ളൂ, എരിവുണ്ടാവില്ല. 1 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യാൻ എളുപ്പത്തിലേക്കായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കടലമാവൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ കടലമാവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ എല്ലാം ചേർന്ന് മിക്സ് ആയി വരാൻ കുറച്ച് സമയം കൂടുതലെടുക്കും. ഇല്ലെങ്കിൽ എല്ലാ പൊടികളും ചേർത്തിട്ട് തന്നെ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എളുപ്പ വഴി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്രിസ്പി ആയിട്ടുള്ള കായ ബജ്ജി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വറുത്തരിപ്പൊടി 1-2 ടേബിൾ സ്പൂൺ വറുത്തരിപ്പൊടിയും കൂടി ചേർക്കാം. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടിങ്ങുള്ള കായ ബജ്ജിയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്കൊരു 1.25 കപ്പ് വരെ അല്ലെങ്കിൽ 1.5 കപ്പ് വരെ നമ്മുടെ കായയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് കടലമാവ് ആഡ് ചെയ്യാം. വീണ്ടും മിക്സ് ചെയ്യുക. ഇനി കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ ബജ്ജി മാവ് കലക്കിയെടുക്കില്ല, അതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണിത് കണ്ടോ.
അധികം ലൂസായിട്ടല്ല അധികം തിക്കായിട്ടല്ല, നമ്മുടെ കായിൽ പിടിക്കാൻ പാകത്തിൽ. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കായ കട്ട് ചെയ്തെടുക്കാം. കായ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുക, ഒട്ടും തന്നെ വെള്ളം ഇല്ലാതിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കായലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാറ്ററിലേക്ക് കായ ഡിപ്പ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും, കോട്ടിങ് ലൂസായി പോവും. അപ്പോൾ കറക്റ്റായിട്ട് കായൽ പൊതിഞ്ഞിരിക്കില്ല, അതാണ്. അപ്പോൾ നമുക്ക് കായന് തിന്നായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കായൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ പൊട്ടും തന്നെ നനവില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാറ്ററിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ഫ്രൈ തുടങ്ങുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായിലേക്ക് ഉപ്പ് പിടിക്കാൻ പാകത്തിന് നമ്മൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ ചേർക്കുക. ഒരു പടി മേലെ ആയിരിക്കണം ബാറ്ററിൻ്റെ ഉപ്പിൻ്റെ ലെവൽ. സാധാരണ നമ്മൾ കഴിക്കുന്ന ആ ഒരു അളവിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കായുടെ കളർ മാറിപ്പോവും. അധിക സമയം കട്ട് ചെയ്ത് വെക്കരുത്. കട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ നമ്മൾ കായ ബജി എണ്ണയിലേക്ക് ഇടാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എണ്ണ വലിക്കും. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് കായ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇനി നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് പൊക്കിയെടുക്കുക. അപ്പോൾ ആ എക്സസ് ആയിട്ടുള്ള മാവ് ഈ ബൗളിലേക്ക് തന്നെ വീണോളും. എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 പീസേ നമുക്ക് ഒരു സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നല്ല പരന്ന പാത്രത്തിൽ എണ്ണ ആക്കിയാട്ടോ. അപ്പോൾ കൂടുതൽ എണ്ണം ഇട്ട് കൊടുക്കാം. കുഴിവുള്ള ചട്ടിയാണെങ്കിൽ നമുക്കൊരു 3 എണ്ണം വീതം ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ ഒരേ സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ സാധാരണ സ്നാക്സ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാന്നുള്ളത്. പക്ഷേ കായ ബജിക്ക് അങ്ങനെയൊന്നുമില്ല. കായ കട്ട് ചെയ്യുമ്പോൾ തിക്നെസ് കൂടി പോകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കായ ബജി വേഗം തന്നെ കുക്ക് ആയിക്കോളും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ആദ്യത്തെ പീസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കായ ബജി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കുറച്ച് സമയം എടുക്കും ആ കോട്ടിംഗ് ഒന്ന് കുക്കായി വരാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉഴുന്നൊക്കെ ഉള്ളതുകൊണ്ട് സാധാരണ നമ്മൾ കടലമാവിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ വേഗം തന്നെ കുക്കായി കിട്ടില്ല. അത് മാത്രമേ സമയം എടുക്കുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഒന്ന് കുക്കായി വരട്ടെ. ഇത് കണ്ടോ, ഉഴുന്നൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ ആ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ടും ഇതുപോലെ വീർത്തൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അത് പരന്ന പാനാണെങ്കിൽ കൂടുതൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ്, അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചിട്ടിരിക്കുന്ന സൈഡ് ഒന്ന് ഫ്രൈ ആയിരുമ്പോൾ നമുക്ക് ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബജ്ജികളെല്ലാം കുക്കായിട്ടുണ്ട്. ഞാൻ അധികം കളർ മാറുന്നതിന് മുന്നേ തന്നെ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയാറുള്ളതല്ലേ നമ്മൾ, എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഇരുന്നിട്ടൊന്ന് കളർ മാറി വരും. കണ്ടോ, നല്ല പെർഫെക്റ്റ് കായ ബജി റെഡിയായി. നമുക്കിതുപോലെ ഓരോ ബാച്ചായിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവൻ ഫ്രൈ ചെയ്തിട്ട് ഇനി കാണിക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചായിട്ടല്ലേ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. 3 കായ ഉണ്ടല്ലോ. അപ്പോൾ ഇത് മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ കായ ബജി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിൽ കൊള്ളുന്നതല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബജ്ജിയാണ്. 2 സൈഡും ഒരുപോലെ തന്നെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ തേങ്ങ ചട്നിയാണ്. സാധാരണ തേങ്ങ ചട്നി ഉണ്ടല്ലോ, ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാകുന്നത്, ബജ്ജിക്കൊക്കെ ഉണ്ടാക്കുന്നത്, ആ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നികളൊക്കെ ഉണ്ടാക്കിയിട്ട് കായ ബജ്ജി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.